അടുത്തത് ഹാഷിംഗ് എന്നൊരു ടെക്നിക്കാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വേണ്ട വാല്യൂ സെർച്ച് ചെയ്തെടുക്കുക. ഏതെങ്കിലും അൽഗോരിതം വെച്ചൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് വാല്യൂ കണ്ടെത്താറുണ്ട്. പക്ഷെ എളുപ്പത്തിൽ സെർച്ച് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. കുറേ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂസിന് മുഴുവൻ പലപ്പോഴും എന്തെങ്കിലും പ്രോപ്പർട്ടി അസൈൻ ചെയ്യാൻ പറ്റും. വെറുതെ ഒരു ആർബിട്രറി നമ്പേഴ്സ് അല്ലാതെ. ഇപ്പം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ നമ്പർ നോക്കുകയാണെങ്കിൽ അതിൽ കോളേജിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ലെറ്റേഴ്സ് ഉണ്ടാവാം. നിങ്ങൾ ഏത് വർഷത്തിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു എന്ന് അതിൽ നിന്ന് റെഫർ ചെയ്യുന്ന ലെറ്റേഴ്സ് ഉണ്ടാവാം. പിന്നെ എന്തെങ്കിലും സീക്വൻസ് നമ്പേഴ്സ് ഉണ്ടാവാം. എന്നാലും രണ്ട് കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും വ്യത്യസ്തമായിരിക്കും. ഒരു കുട്ടിക്ക് യുണീക്ക് ആയിട്ടുള്ള നമ്പറാവും ഉണ്ടാവുക. അപ്പം അത്തരത്തിലുള്ള ഒരു സീക്വൻസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വാല്യൂസ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈബ്രറി ബുക്ക് എടുക്കുകയാണെങ്കിൽ ആ ലൈബ്രറി ബുക്കിന് ഓരോ കോഡുണ്ട്. ആ കോഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെ അറിയണം, അത് ഏത് വിഷയത്തിൽപ്പെട്ട ബുക്കാണ്, അല്ലെങ്കിൽ അത് റെഫറൻസ് ആണോ ടെക്സ്റ്റ് ആണോ, അങ്ങനത്തെ ചില ലെറ്റേഴ്സൊക്കെ നമ്മൾ കോഡ് ഉപയോഗിക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യാറുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ റൂം നമ്പർ 703 എന്ന് പറഞ്ഞാൽ എന്തായി, 7ാമത്തെ ഫ്ലോറിലുള്ള 3ാമത്തെ റൂം, അങ്ങനെ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ രീതിയിലുള്ള ചില ഫാക്ടേഴ്സ് നമ്മൾ അതിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിളിൽ സ്റ്റുഡൻസും ബുക്സും റൂംസും ഒക്കെ എന്താണ്, ഓരോ യുണീക്ക് നമ്പറിലേക്ക് ഹാഷ്ഡ് ആണ് എന്നാണ് പറയുക, ഹാഷ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുക. അപ്പോൾ അവിടെ യുണീക്ക് എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സെർച്ചിങ് പ്രോപ്പർട്ടി എളുപ്പമാക്കാൻ വേണ്ടി ഒരു കീ അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ ഒരു വാല്യൂ മാത്രം പോരാ, ആ വാല്യൂവിൻ്റെ കൂടെ ഒരു ഫിഗറും കൂടി നമ്മൾ ചേർത്ത് വായിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു അറേ എടുക്കുകയാണെങ്കിൽ, അതൊരു വലിയ അറയാണെന്ന് വിചാരിക്കും, 148. ഇവിടെ ഒക്കെ കുറേ സ്റ്റോറേജ് സെൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അറേ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു 2,10527 നമ്മൾ മനസ്സിലാക്കണം എന്ത്, രണ്ടാമത്തെ ലൊക്കേഷനിൽ എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, 10,527 എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പെയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 10,527 ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നേരിട്ട് നമുക്ക് എവിടെ പോവാം, ഈ 2 എന്നുള്ള ഇൻഡെക്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആ വാല്യൂ ഉണ്ടാവും. അതുപോലെ 146ാമത്തെ ലൊക്കേഷനിൽ എന്തുണ്ട്, 7821 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു രീതി. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാല്യൂവിനെ കണ്ടെത്താൻ നേരിട്ട് അറേ ഇൻഡെക്സുകൾ നേരിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കണ്ടെത്താം. ഇത് മറ്റൊരു ഇതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ അറേ നമ്മുടെ വാല്യൂ ഇപ്പോൾ 146 ആണെന്ന് കരുതുക. അപ്പോൾ നേരിട്ട് എന്ത് ചെയ്യുക, 146 എന്നുള്ള ഇൻഡെക്സിൽ പോയി നോക്കുക അവിടെ ആ വാല്യൂ ഉണ്ടോ എന്ന്. അപ്പോൾ ഇവിടെ ഉണ്ട്, അത് മറ്റൊരു രീതിയാണ്. അപ്പോൾ ഇൻഡെക്സ് തന്നെ വാല്യൂ ആയിട്ട് വരുന്ന രീതി. അതുപോലെ 5 എന്നുള്ളൊരു വാല്യൂ അല്ലെങ്കിൽ 3 എന്നുള്ളൊരു വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ അറേയിൽ 3ാമത്തെ ലൊക്കേഷനിൽ പോയി നോക്കുക. അപ്പോൾ അവിടെ അത് എംപ്റ്റി ആണ്. അപ്പോൾ നമുക്ക് ആ ലിസ്റ്റിൽ 3 ഇല്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് വാല്യൂസിനെ ഒരു അറേയിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡാറ്റാ സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യാം. ഇതൊക്കെ ഈ 2 മെത്തേഡിലും എന്താണ് വിഷയമെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് വാല്യൂസ് ആയിരിക്കില്ലല്ലോ, ഒരുപാട് വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂ വരുന്നതിനനുസരിച്ച് ഈ അറേയുടെ സൈസ് ഒന്നാമത് വളരെ വളരെ വലുതായി പോകും. അപ്പോൾ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റയൊക്കെ ആണെങ്കിൽ നമുക്കത് സ്റ്റോർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടായിട്ട് വരും. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്, ഹാഷിംഗ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴാണോ കീകളുടെ, കീ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസിനെയാണ് കീ എന്ന് പറയുന്നത്, ആ കീസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണെങ്കിൽ നമുക്കവിടെ ഇൻഡെക്സിങ് പെട്ടെന്ന് നടത്താൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡെക്സിങ് നടത്താൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ഹാഷിംഗ് എന്നുള്ളൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നു. ഇതിൽ ചെയ്യുന്നത് വലിയ കീകളുടെ വാല്യൂസൊക്കെ വലുതാകുമ്പോൾ ഉള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ 10 അക്കം 5 അക്കം ഒക്കെയുള്ള നമ്പറുകൾ വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ കീ ആയി കൺവേർട്ട് ചെയ്യുന്നു. ഹാഷിങ്ങിലൊരു പ്രോസസ്സ് ഇതാണ്, വലിയ കീകളെ ചെറിയ കീകളായി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു ഫംഗ്ഷൻ വേണം, കൺവേർട്ട് ചെയ്യുന്നൊരു ഫംഗ്ഷൻ. അതിനെയാണ് നമ്മൾ ഹാഷ് ഫംഗ്ഷൻസ് എന്ന് പറയുക. വലിയ കീയെ ചെറുതാക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനെ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് കിട്ടുന്ന വാല്യൂസിനെ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നു,
ഒരു അറേയിൽ സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെട്ട അറേ അതിനെ ഹാഷ് ടേബിൾ എന്നാണ് പറയുക. അപ്പോൾ ഹാഷ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, ഹാഷ് ടേബിൾ എന്നാണെന്ന് പറഞ്ഞു. ഇത് രണ്ടും റിലേറ്റഡ് ആണ്. ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കിട്ടുന്ന ഒരു വാല്യൂ ആയിരിക്കും നമ്മുടെ ഹാഷ് ടേബിളിന്റെ ഇൻഡെക്സുകളായിട്ട് മാറും. ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് കിട്ടുന്ന വാല്യൂസിനെ ഒരു അറേയിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് അറേ വലിയ സൈസ് വേണം, അതിൽ ഒരുപാട് ലൊക്കേഷൻസ് വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ യൂണിഫോമായി അറേയിൽ വാല്യൂസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കൂടി ഈ ഒരു മെത്തേഡിൽ കഴിയുന്നുണ്ട്. ഓരോ എലിമെന്റിന് നമ്മൾ ഓരോ കീ അസൈൻ ചെയ്യുന്നു. ആ കീ കൺവേർട്ടഡ് കീ ആണ്. ആ കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊസീജിയറിനെ നമ്മൾ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. എന്നിട്ട് ഈ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാനും അതുപോലെ വാല്യൂ എടുക്കാനും ഒക്കെ സാധിക്കും. കാരണം ഒരു ഇൻഡെക്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ഇൻഡെക്സ് ഏതാണെന്ന് കണ്ടെത്താൻ ഈ ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അവിടെ നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇൻഡെക്സ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഇൻഡെക്സിൽ വാല്യൂ ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിന് ആ പ്രോസസ്സിംഗ് ടൈമാണ് നമുക്ക് സെർച്ചിങ്ങിന് വേണ്ടി എടുക്കുക. അപ്പോൾ എല്ലാത്തിനും കോൺസ്റ്റന്റ് ടൈം ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് ഇൻഡെക്സ് ആയിട്ട് മാറുക. അപ്പോൾ ഈ കാൽക്കുലേഷനാണ് ആ അറേയിലെ അല്ലെങ്കിൽ ഹാഷ് ടേബിളിലെ ഏത് ലൊക്കേഷനും ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് ആ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമയം മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഏത് ലൊക്കേഷനിലാണെങ്കിലും ഒരു കോൺസ്റ്റന്റ് ടൈം ആയതുകൊണ്ട് അതിനെ ഓർഡർ ഓഫ് 1 എന്ന് പറയുന്നു. ഇതിൽ 2 സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യുന്നത്. ഹാഷിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നു. ഒന്ന്, എലമെന്റിനെ ഒരു ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അതിനുപയോഗിക്കുന്ന ഫംഗ്ഷനെ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയാം. എന്നിട്ട് ഈ ഇൻറ്റിജറാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഹാഷ് ടേബിളിലെ ഇൻഡെക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഒറിജിനൽ എലമെന്റ് സ്റ്റോർ ചെയ്യപ്പെടുക. അപ്പോൾ ഒറിജിനൽ എലമെന്റിനെ എന്തോ ഒരു പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് മറ്റൊരു ഇൻറ്റിജർ ആക്കി കൺവേർട്ട് ചെയ്തു. ഇൻറ്റിജർ എന്ന് പറയാൻ കാര്യം എന്താ, ഒരു അറേയുടെ ഇൻഡെക്സുകൾ മുഴുവൻ ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കണം. അതുകൊണ്ട് ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ലൊക്കേഷനിൽ ആണ് നമ്മുടെ ഈ ഒറിജിനൽ അറേ അല്ല ഒറിജിനൽ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വാല്യൂസ് കണ്ടെത്താം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റൊന്ന്, നമ്മൾ ഈ കിട്ടുന്ന ആ ടേബിൾ ഉണ്ടല്ലോ, അതായത് ഹാഷ് ടേബിൾ എന്ന് പറയുന്നത്, അതിന്റെ സൈസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസ് ആയിട്ടാണ് കീപ്പ് ചെയ്യാറ്. ഇപ്പോൾ ഉദാഹരണം എളുപ്പത്തിന് വേണ്ടി ഞാനൊരു 10 എന്നുള്ള സൈസ് എടുത്തു. അപ്പോൾ ഈ 10 എന്നുള്ള സൈസ് എടുത്താൽ ഇതൊരു അറേ ആണ്. ആ അറേക്കകത്ത് നമ്മൾ സാധാരണ അറിയാം 10 സൈസ് എടുത്താൽ 10 വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് അറിയാലോ. അപ്പോൾ ഇവിടെ ഈ 10 വാല്യൂസ് അല്ല സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഒരുപാട് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ ആ ലെങ്ത്തിനെ, ഇത് സ്റ്റോർ ചെയ്യാൻ അത്രയും ലെങ്ത് വേണമെങ്കിൽ ആ ലെങ്ത്തിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസ് ആക്കി, ഒരു മാനേജബിൾ സൈസ് ആക്കി അതിനെ മാറ്റുന്നു. ഇവിടെ ഞാൻ എളുപ്പത്തിന് വേണ്ടി 10 എന്നുള്ള സൈസ് എടുക്കുന്നു. ഈ 10 വരെ ഏത് നമ്പർ വേണമെങ്കിലും ആവാം. കാൽക്കുലേഷൻ എളുപ്പത്തിന് മനക്കണക്കായി ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. ഈ 10 എന്നുള്ളത് എടുത്തു എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ എടുത്തു എന്ന് കരുതുക. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 10 എടുത്തു കഴിഞ്ഞാൽ ഇൻഡെക്സിന്റെ വാല്യൂ റേഞ്ച് ഏതാണെന്ന് അറിയാലോ. ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് 0യും അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 9ഉമാണ്. അപ്പോൾ ഈ 10 വരെ n എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ 0 തൊട്ട് n-1 എന്താണോ സൈസ് അത് -1, 0 തൊട്ട് തുടങ്ങുന്നതുകൊണ്ട് വരെയുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും വരാം. അപ്പോൾ ആ ടോട്ടൽ കൗണ്ട് എടുക്കുക. ഇവിടെ നമ്മൾ 10 എടുത്തു. ആ 10 എടുത്തു കഴിഞ്ഞാൽ ഈ നമ്പറിനെ നമ്മൾ ഈ 10 ലൊക്കേഷനിൽ വേണം സ്റ്റോർ ചെയ്യാൻ ആണല്ലോ. 10 ലൊക്കേഷനിൽ വേണം ഈ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഹാഷ് ടേബിൾ ഉണ്ടാക്കുന്നു. കുറേ വാല്യൂസ് ഉണ്ട് നമുക്ക്, അത് പക്ഷേ സ്റ്റോർ ചെയ്യുന്നത് ഈ 10 ലൊക്കേഷനിലാണ്. നമ്മൾ 10 അസംഷനായി എടുത്തതാണ്. അവിടെ അതിന് വരെ ഏത് നമ്പർ വേണമെങ്കിലും വരാം. അപ്പോൾ ഈ 10 ലൊക്കേഷൻസ് അടങ്ങുന്ന ആ ടേബിളിനെയാണ് എന്തെന്ന് പറയാം, ഹാഷ് ടേബിൾ എന്ന് പറയാം. ഇനി നമ്മൾ ഇതാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ എന്ന് കരുതുക. 65 കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചെയ്യേണ്ടത് ഇതാണ്, അറേ സൈസ് ഉപയോഗിച്ച് മോഡുലസ് കാണുക. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ 10 എടുക്കാൻ കാരണം അതാണ്. 65നെ 10 വെച്ച് മോഡുലസ് കണ്ടാൽ എന്താ കിട്ടുക, 5 എന്ന് കിട്ടും അല്ലേ. 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്താണോ 5 എന്ന് കിട്ടും. അപ്പോൾ ഈ 65നെ സ്റ്റോർ ചെയ്യേണ്ടത് എവിടെയാണ്,
5ാമത്തെ ലൊക്കേഷനിലാണ്. 821. അപ്പോൾ എളുപ്പമായി. നമുക്ക് 10 എടുത്തത് കൊണ്ട് ഈ അവസാനത്തെ ഡിജിറ്റുകൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം അതാണ് റിമൈൻഡർ ആയി വരും. അപ്പോൾ 821 1ൽ പോകണം, 64 4ൽ പോകണം, 19 ഈ 9ൽ പോകണം, 342 2ൽ പോകണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. 342 2ൽ പോകാൻ കാരണം എന്താണ്? 10 വെച്ച് 342നെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ റിമൈൻഡർ 2 കിട്ടി. ആ 2ആണ് ഇൻഡെക്സ്. സംശയമില്ലല്ലോ. അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂസിനെ മുഴുവൻ, അതായത് കുറേ വാല്യൂ ഉണ്ടെന്നത് കരുതുക. ഞാൻ ചെറിയൊരു സാമ്പിളേ എടുത്തിട്ടുള്ളൂ. കുറേ ഉണ്ടെങ്കിലും നമുക്ക് ഈ 10 എണ്ണത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആ മാനേജ് ചെയ്യാവുന്ന സൈസ് എന്തിലൊതുക്കി? 10 എണ്ണത്തിൽ ഒതുക്കി. അപ്പോൾ കുറേ വാല്യൂസ് 10 ലൊക്കേഷൻ സ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിർബന്ധമായും എന്തുണ്ടായിരിക്കും? ഒരു ലൊക്കേഷൻ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് വരില്ലേ? എങ്കിലല്ലേ ഈ 10ൽ നിർത്താൻ പറ്റും. അപ്പോൾ അതിനെ ഒരേ ലൊക്കേഷനിൽ തന്നെ കുറേ വാല്യൂസ് വന്നാൽ അതിനെയാണ് കൊളീഷൻ എന്ന് പറയുക. അതൊരു പ്രോബ്ലമാണ്. കാരണം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഒരു ലൊക്കേഷനിൽ ഒരു സമയം ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നമാണ്. അതിനെ കൊളീഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഹാഷ് ടേബിൾ എന്താണെന്ന് പറഞ്ഞു, ഹാഷ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, കൊളീഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെ, ഈ കൊളീഷനൊക്കെ നമ്മൾ സോൾവ് ചെയ്യണം. അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറയാം. അത്രയേ ഉള്ളൂ. ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു മാനേജബിൾ സൈസിലോട്ട് ഒരു ഹാഷ് ടേബിൾ ഉണ്ടാക്കുന്നു. അതിലേക്ക് നമ്മുടെ നമ്പേഴ്സിനെ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ വെച്ച്, എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ വെച്ച് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ച കാൽക്കുലേഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് കണ്ട്, അത് മോഡുലസ് കണ്ട്, അതിൻ്റെ റിമൈൻഡർ എന്താണോ അത് ഇൻഡെക്സ് ആയിട്ട് എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ 763നെ നമ്മൾ ചെറിയ നമ്പറാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു, ഇൻറ്റിജർ ആക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു. ആ ഇൻറ്റിജർ എന്താ കിട്ടിയത്? 3 എന്നുള്ള നമ്പറാണ് കിട്ടിയത് മോഡുലസ് ചെയ്തപ്പോഴേ. എന്നിട്ട് ആ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡിനെ നമ്മൾ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടേബിളിനെ അല്ലെങ്കിൽ അറേയെ അല്ലെങ്കിൽ ഡേറ്റ സ്ട്രക്ചറിനെ ഹാഷ് ടേബിൾ എന്ന് പറയുന്നു. അപ്പോഴുണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് എന്ത്? ഒരേ ലൊക്കേഷനിൽ മൾട്ടിപ്പിൾ വാല്യൂസ് വരുമ്പോൾ അതിനെ കൊളീഷൻ എന്ന് പറയുന്നു. ഈ കൊളീഷനൊക്കെ റിമൂവ് ചെയ്യാൻ നമുക്ക് വേറെ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം.